നിർത്തി തരുമാറാകട്ടെ. അവസ്ഥയാണ് സംഘടനയും തെറ്റുപറ്റാത്ത സംഘടനയാണ് ഇപ്പോഴും നമ്മളോട് തെളിയിച്ചത്. കാരണം വിഷയങ്ങൾ ചിലർക്ക് കണ്ട് ഞാൻ തിരുനാവിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ അത്തരം ഒരു ഉദാഹരണത്തോടെ നിങ്ങൾ ചർച്ച ചെയ്തവർക്ക് കാര്യങ്ങളെ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് സമസ്ത പ്രയോഗിച്ചർ. പിന്നീട് അത് മാറ്റേണ്ടി വരുന്ന എത്തിപ്പെടുന്നതാണ് സമസ്തയുടെ ഒരു ഫത്വ. അത് മഹാന്മാരായ ആരിഫീങ്ങളുടെ മീകം കൊണ്ടുണ്ടാകുന്നു. അതിനോട് പിടിക്കാലുള്ളതും തന്നെയാണ്. ഇത്ര കുശം ഇത്ര കുനുണ്ടായിട്ട് പോലും ഈ ചെടി എവിടെയും ഒന്നില്ല. അത് ഈ നാദാപുരത്തും മഞ്ചേരിയിലും വണ്ടൂരും കിടന്നിങ്ങനെ കറല്ല അപ്പുറത്തേക്ക് പോകാത്തതിന്റെ കാരണം അത് കുശുമ്പ് കൊണ്ട് മാത്രം ഉണ്ടായാലും പുസ്തകമീയത്തുലമ ഇന്ന് അഭിമാനത്തോടെ നിൽക്കുകയാണ്. ഇസ്ലാം പ്രസ്ഥാനത്തിനും ഇപ്പോഴുണ്ടായിട്ടുള്ള ചില നിന്ദ്യതകൾക്ക് സമസ്ത ജനത മാത്രമാണ് സ്വന്തം നിലപാടുകൾ ശരിയായിരുന്നു എന്ന് ധൈര്യം പറയാക്കുക. സംഘടനയും അവർ പുറത്തു മാറാണ്. കേരളത്തിലുണ്ടാകണമെങ്കിൽ കഥ ജമാമി ഒരു കാലത്ത് നടക്കാൻ കൂമുസ്ലാം പറഞ്ഞ് നടന്നവരാണ്. നാടിന്റെ ജനാധിപത്യ സ്വഭാവം മങ്കിക്കാൻ വയ്യെന്ന് പറഞ്ഞവരാണ്. പക്ഷെ അവരിന്ന് പിന്നെ വിരുദ്ധം തുടങ്ങി. മതേതരത്വത്തിനു വേണ്ടി അവർ വലിയ ഉണ്ടാക്കി ഇത് മൂല്യ വോട്ടാണെന്ന് പറഞ്ഞ് കുറെ വോട്ടുകൾ അങ്ങനെയും ചെയ്തു നോക്കി. നമസ്കരിക്കുകയും നിഷൽ പോയ ആളുകൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമസ്കരിക്കുകയും പടച്ചവനെ പേടിക്കുകയും വോട്ട് തരുന്ന മൂല്യം അങ്ങനെ പറഞ്ഞ് അവസാനം ഇപ്പോ അവർ വെൽഫെയർ പാർട്ടി, അതായത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നടുമുറ്റത്തേക്ക് കയറി ചെല്ലാൻ സാധ്യമാകുന്ന വിധത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. നിലപാടുകൾ കൃത്യമായി നിലപാടുകളും ജമാഅത്തെ ഇസ്ലാമി പോയി കഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ബോധവാന്മാരാണ്. തഹ്സീലുൽ ഹാസിൽ മുഹാലാണെന്ന് പറഞ്ഞതുപോലെ ആയതുകൊണ്ട് ഒരുപാട് വിഷയത്തെ കൊണ്ടുവന്നത് നിങ്ങളുടെ സഹായമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പരിഷ്കൃതരായ മനുഷ്യരെന്നർത്ഥം വെച്ചവരാണ് അവർ. വേണ്ടി അർത്ഥം പൊതു എന്ന് വെച്ചവരാണ്. യഥാർത്ഥത്തിന്റെ ഒരു ആൺകുകൾ ഉപദ്രവകാരികളല്ല. അതിനുവേണ്ടി ദ്വാരക്കേണ്ട ഒരു ഗതി കേടില്ല. നടക്കുകളാണ് ചോദ്യം ചെയ്തത്. അവയുടെ പ്രജനനവുമായി ബന്ധപ്പെട്ടത് മനുഷ്യോപദ്രവികളാണ് എന്നത് ശരിയാണെങ്കിലും ആണുകൾ ഉപദ്രവികളല്ല. പക്ഷെ അർത്ഥം വെച്ച കൂട്ടത്തിൽ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഹുബുസും ഖഫ്നയും അർത്ഥവരാണ്. ജിയും ഷാനും ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് മറിഞ്ഞ അവസാനം ഈ പാരയെ തനിച്ചിട്ട് പോന്നാൽ അവിടെയും ജിന്ന് വന്ന് കടന്നാലോ എന്ന് പേടിക്കുന്നൊരവസ്ഥയിലേക്ക് മുജാഹിദ് സ്ഥാനം ഘട്ടങ്ങളിൽ പല തലങ്ങളിൽ ഇരിച്ചു വേണം. മാണി പറഞ്ഞതുപോലെയാണ്, അതായത് പിളരുന്തോറും വളരുന്നതാണ്. ഇത് എന്തോ പിളർന്നിരിക്കാൻ ഈ അവസ്ഥയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം എത്തി. മറുത്ത് പോറുകളുടെ കഥയാണ് ഇപ്പൊ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറെ സമ്മതിച്ചിരുന്നു. ഇതൊക്കെ ചില കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞു. അതും ഇല്ല എന്ന് വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രണ്ടിലങ്ങളിൽ തന്നെ കാര്യങ്ങൾ തെളിയിച്ചു. താൻ തന്നെ പറഞ്ഞതിനെ മാറ്റി പറഞ്ഞു. സനദിണ്ട
എന്നൊരു വാദനെ കൊരുന്നാക്കിയത് കേരളത്തിൽ ഈ ഒരു വിഭാഗം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അഭിവന്ദ്യരായ ഗുരുനാഥന്മാരോട് ഗുരുത്തക്കേട് കാണിച്ചിറങ്ങിപ്പോയി. ഈ ഭാഗങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളിൽ ഇറങ്ങിപ്പോയി. അതൊരു വലിയ തന്നെ നമുക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. അതൊരു വലിയ വിഷയം കൊണ്ട് എല്ലാ അഭിപ്രായങ്ങളുള്ള തർക്കങ്ങൾ പരിഹരിക്കുമെന്നു എന്നതിനപ്പുറത്തേക്ക് പോകുമായിരുന്നില്ല. പക്ഷെ പ്രശ്നങ്ങൾ അത്തരം പറയുമ്പോഴേക്കും അതിന്റെ മുകളിൽ കയറി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചില്ല തോന്നുന്ന സ്ഥലം ഉയർത്തും ചെയ്തു. ഇത് മുഴുവൻ കേടുകളിലെ അങ്ങനെ അനുഭവിക്കാൻ എന്ത് അള്ളാഹുവിന്റെ സഹായം കടന്ന വ്യക്തി വഴിയുടെ ഒരു പ്രസ്ഥാനം സംഘത്തെ അതിനായപ്പോ ഒരു കൂട്ടായ്മയുണ്ടായി എന്നതിനപ്പുറം അത് നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായതിന്റെ ഒരു സംഘഘടന ഉണ്ടാവുക മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 26 സ്ഥാപിതമാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നേരത്തെ ഇല്ലാത്തത് ഉണ്ടായതല്ല. നേരത്തെ ഉള്ളതിനെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒന്ന് കോർഡിനേറ്റ് ചെയ്തു എന്ന് മാത്രമാണുള്ളത്. ആ കോർഡിനേഷൻ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ബറക്കത്തിൽ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലല്ലാതെ ഇതര പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ആലോചിക്കൂ. പശ്ചിമ ബംഗാളിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും പോയി യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള വളരെ ദുരിതങ്ങളുടെ അവസ്ഥകളുണ്ട്. പള്ളി എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ ഭാവിക്കുന്ന അർത്ഥത്തിൽ, ഞാൻ പറയുന്നത് അതിന്റെ സാങ്കേതിക അർത്ഥത്തിലല്ല, നമ്മൾ കണ്ട പള്ളികളുടെ അർത്ഥത്തിൽ. അങ്ങനെയല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് ഒന്ന് സിമന്റ് ചാന്ത് പോലും ഇടാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ പരിതാപകരമായി നിൽക്കുന്ന, കേവലം ചിലപ്പോൾ ഒരു മേലാപ്പ് പോലും വെക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് പശ്ചിമ ബംഗാളിലൊക്കെ കാണുന്ന പള്ളികൾ. ഞാൻ തന്നെ പറയല്ല, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രമുഖനായ ലേഖകൻ തന്നെ ഒരിക്കൽ എഴുതി, മുർഷിദാബാദ് ജില്ലയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. 80% മുസ്ലിങ്ങൾ പാർക്കുന്ന ജില്ലയാണ്. 80% മുസ്ലിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് മുർഷിദാബാദ് ജില്ല, 80% മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട്. അതായത് മലപ്പുറം ജില്ലയുടെ അതേ ജനസംഖ്യാനുപാതികമായി മുസ്ലിങ്ങൾ ജീവിക്കുന്ന മണ്ണ്, 80% മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട്ടിലൂടെ കടന്നുപോയിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ചെരുപ്പിടാതെ ചെരുപ്പിട്ടൊരു പള്ളിയിലേക്ക് കയറി ചെന്നു. അതായത് എനിക്ക് പള്ളിയാണെന്ന് ബോധ്യം വന്നിരുന്നില്ല, അതുകൊണ്ട് കയറി ചെല്ലുന്നപ്പോ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ അമീർ പറഞ്ഞു, ഇത് പള്ളിയാണ്, അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പൂരി വെക്കണം എന്നാവശ്യപ്പെട്ടു. ഞാൻ നോക്കിയപ്പം മേലാപ്പില്ല. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ അമീറിനോട് ഞാൻ ചോദിച്ചു, എന്താ ഇതിനൊരു മേലാപ്പ് പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവിടത്തുകാരനായ ഒരാൾ പറഞ്ഞു, അത്രേ, ഇതിന് മേലാപ്പ് മഴക്കാലത്ത് മാത്രമേ ഞങ്ങൾ ഇടാറുള്ളൂ, വേനൽക്കാലത്ത് ഇടാറില്ല. കാരണം 2 കാലത്തിനും കൂടി തികയാറില്ല. അതാണ്, 2 കാലത്തിനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു മേലാപ്പ് അത്രമേൽ ദീർഘമായി നിൽക്കാവുന്ന തലത്തിൽ ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് അങ്ങനെ പരാധീനമായി നിൽക്കുന്നൊരവസ്ഥയാണ് പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളുടേത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, വളരെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. തബ്ലീഗ് ജമാഅത്തുണ്ട്, വളരെ നേരത്തെ ഉണ്ട് തബ്ലീഗ് ജമാഅത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബഹുമാന്യനായ നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വൈജ്ഞാനിക ഗേഹമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദാറുൽ ഉലൂം ദേവ്ബന്ദിന്റെ ഗേറ്റ് കടന്നിട്ട് അവിടെയുള്ള ഏറ്റവും വലിയ നീണ്ട താടിയുള്ള ഒരു മുല്ലാക്കയോ ഒരു തലയെക്കെട്ടോ അല്ലെങ്കിൽ തൊപ്പിയോ വെച്ച ആളെ വിളിച്ചിട്ട് പേര് ചോദിക്കുക. അയാളൊരു പേജ് കണക്കിന് പേര് പറയും, അല്ലേ? മൗലാന ആലം ഹസ്രത്ത് ആദം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എവിടെ നിർത്താൻ ആലോചിച്ചാൽ മതി, അമ്മാതിരി വലിയ പേരൊക്കെ പറയും. പക്ഷെ അയാളോടൊരു ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ അയ്യപ്പൻ മദ്രസയുടെ തൊട്ടടുത്ത് ജീവിക്കുന്നത് കൊണ്ട് അവിടെയുള്ള അധ്യാപകൻ എല്ലാ ദിവസവും കുട്ടികൾക്ക് ഈ ഫാത്തിഹ ഓതി കൊടുക്കുന്നത് പഠിച്ചു കേട്ടിട്ട് മനപ്പാഠം അയാൾ ഓതുന്നതിന്റെ അടുത്തുപോലും ഈ പറയപ്പെടുന്ന ആൾ ഓതിക്കൊള്ളണമെന്നില്ല എന്ന് ബഹുമാന്യനായ ഉസ്താദ് ചിലപ്പോഴൊക്കെ ഉദാഹരണം പറയാറുണ്ട്. സത്യം അതാണ്, ഇപ്പോഴും അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് നാട്ടിക ഉസ്താദ് എന്ന് പറഞ്ഞതെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ കാണുന്ന ഈ ഒരു അവസ്ഥ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. എന്തേ അതിന് കാരണം? കേരളത്തിലെ മുസ്ലിങ്ങൾ
ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് നടന്നു എന്നതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഈ വളർച്ചയിലേക്ക് എത്തിയത്. അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങളായ പണ്ഡിതവരന്യന്മാരെയും അഷ്റഫുൽ ഖൽക്കിന്റെ തിരുകുടുംബത്തെയും ഒരുപോലെ മാനിച്ചു കേരളത്തിലെ മുസ്ലിങ്ങൾ. തഅ്ലീമു മാ അല്ലമല്ലാഹ് എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥത്തിലെ കാമ്പാണ്. അള്ളാഹു മാനിക്കാൻ പറഞ്ഞവനെ മാനിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശൈത്താൻ മറ്റെന്ത് തെറ്റാ ചെയ്തത്? ശൈത്താൻ നല്ലൊരു ഖായിഫല്ലേ? അള്ളാഹു തന്നെ പറയുന്നില്ലേ പരിശുദ്ധ ഖുർആനിൽ, കമസലി ശൈത്താന ഇദ് ഖാല ലിൽ ഇൻസാൻ ഉക്ഫുർ ഫലമാ കഫർ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ശൈത്താന്റെ ഉദാഹരണം പോലെ അവൻ മനുഷ്യനോട് പറയും നീ കാഫിറാകണമെന്ന്, എന്നിട്ട് ഫലമാ കഫറ, അവൻ കാഫിറായാലോ ഖാല, അപ്പൊ ഇവൻ പറയും ഇന്നി അഖാഫുല്ലാ ഇന്നി ബരീഉം മിൻക, ഞാൻ പോകാണ്. ഇതുവരെ നീയും ഞാനും തമ്മിലൊരു വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ പോവാ. എന്താ കാരണം? ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. നിന്റെ തലയിൽ വല്ലതും വീണാൽ അതിന്റെ കൂടെ ഞാനും അതിൽ പെടുമെന്ന് എനിക്ക് പേടിയാണെന്ന് സത്യത്തിൽ ഖായിഫായി നിന്നുകൊണ്ടാണ് ശൈത്താൻ പറയുന്നത്. അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല, പടച്ചതമ്പുരാന്റെ അസ്തിത്വത്തെ നിഷേധിച്ചിട്ടില്ല. മനുഷ്യർ എത്ര വട്ടം നിഷേധിച്ചു? വ്ളാദിമിർ ഇലീച്ച് ലെനിൻ, സോവിയറ്റ് യൂണിയന്റെ ആധിപത്യം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈകളിലെത്തിയപ്പോൾ ആദ്യം നടത്ത പ്രസംഗം തന്നെ അതായിരുന്നു, വി വിൽ ഗ്രാപ്പിൾ വിത്ത് ദ ഗോഡ്, വി വിൽ കോങ്കർ ഹിം ഇൻ ദ ഹയസ്റ്റ് ഹെവൻ, whenever the day comes it will be the proudest day of our history എന്നായിരുന്നു. നാം ദൈവത്തോട് ഏറ്റുമുട്ടും, അങ്ങനെ ദൈവം തമ്പുരാനെ നാം അത്യുന്നതമായ സ്വർഗത്തിൽ വെച്ച് കീഴടക്കും. എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ തീരുമാനിച്ചാൽ we will subdue him forever, അത് അവസാനിപ്പിച്ചോളെ അയാളെ. we will subdue him forever, എന്നേക്കുമായി അയാളെ കശാപ്പ് ചെയ്യും. അങ്ങനെ ദൈവത്തെ അവസാനിപ്പിക്കും എന്നായിരുന്നു ലെനിന്റെ പ്രസംഗം. നിങ്ങൾ ആലോചിച്ചു, ദൈവത്തെ നിഷേധിക്കുന്നിടത്തേക്ക് മനുഷ്യനെത്തുമ്പോ ഈ മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി നേർച്ചയാക്കി നടക്കുന്ന ശൈത്താൻ പടച്ചതമ്പുരാനെ പേടിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്നിട്ടും സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, കടക്കടാ പുറത്ത്, ഇനിമേൽ നീ എന്റെ അനുഗ്രഹത്തിന്റെ വഴിയിൽ നിൽക്കേണ്ടതില്ല എന്ന് അല്ലാഹു പറഞ്ഞത്. അവിടെ ഉസ്താദിന്റെ ഭൗതികതയിലേക്ക് നോക്കി എന്നതാണ് ശൈത്താന് സംഭവിച്ച തെറ്റ്. ഉസ്താദിന്റെ ഭൗതിക പ്രഭാവവും തന്റെ ഭൗതിക പ്രഭാവവും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു. എന്റെ ഭൗതിക പ്രഭാവം എന്താ? അങ്ങനെ തന്നെയല്ലേ അവിടെ ഉള്ളത്. എന്തേ നീ സുജൂദ് ചെയ്യാതിരുന്നത് എന്ന ചോദ്യത്തിന് ശൈത്താൻ പറഞ്ഞ മറുപടി എന്താ? ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ, നീ എന്നെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ടാണ്, നീ അവനെ സൃഷ്ടിച്ചതോ മണ്ണ് കൊണ്ടാണ്. ഭൗതികമായി മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ മുമ്പിൽ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം എന്ന ചോദ്യമായിരുന്നു അത്. ആത്മീകമായി ഉസ്താദിന് എന്നേക്കാൾ വലിപ്പമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എത്തുന്നതിന് പകരം ഭൗതികമായ താരതമ്യമാണ് അവിടെ നടന്നത്. എന്റെ പോക്കറ്റിലോ അതോ മൂപ്പരുടെ പോക്കറ്റിലോ കാശ് എന്ന് ആലോചിച്ചതാണ് പ്രശ്നം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചെയ്തത് കടന്നു പോകാൻ പറഞ്ഞു. ആ ഡിസ്മിസൽ ഓർഡർ കയ്യിൽ കൊടുത്തു. സസ്പെൻഷൻ അല്ല, അത് ഡിസ്മിസലാണ്. ഹി വാസ് ഡിസ്മിസ്ഡ് ഫോർ എവർ, എല്ലാ കാലത്തേക്കുമായി അയാൾ ഡിസ്മിസ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും കാലത്ത് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞോ? അങ്ങനെയായിരുന്നെങ്കിൽ അത് സസ്പെൻഷനാണ്, ഇത് ഡിസ്മിസാണ്. പുറത്താക്കി പഠിച്ച തമ്പുരാൻ. ഞാൻ പറയുന്നത് ആദരിക്കേണ്ടവരെ ആദരിക്കണമെന്ന പാഠമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾ പഠിച്ചത്. ആ പാഠത്തെ ചേർത്തു വച്ചതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് എന്തുണ്ടായി? കേരളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തെ കാണേണ്ടത്. ഒന്ന്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ സാമൂഹിക മുന്നേറ്റങ്ങളുടെയും ചരിത്രത്തിൽ ഒരു തങ്ങളുണ്ടായിട്ടുണ്ട്. 400 കൊല്ലത്തിന്റെ ചരിത്രം എടുക്കുക, അവിടെ ഒരു തങ്ങളുണ്ട്, അവിടെ ഒരു മഹാപണ്ഡിതനുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഈ പറയപ്പെടുന്ന സുന്നി ആശയങ്ങളെയാണ്. മമ്പുറം തങ്ങൾ, ഫസൽ പൂക്കോയത്തങ്ങൾ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ, പാണക്കാട് സയ്യിദ് PMS പൂക്കോയത്തങ്ങൾ. ആ നിരയിൽ ഇങ്ങനെ ഞാൻ ഇടക്കിടക്ക് മാത്രം പറയാണ്, കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിലുള്ള മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നവ്വറല്ലാഹു മർഖദഹു നവ്വറല്ലാഹു മറാഖിദഹും, ഈ മഹാരഥന്മാർ, ഈ മഹത്തുക്കളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ ഉലമ ഒരുമിച്ച് പ്രവർത്തിച്ചത്. അവരെല്ലാ കാലത്തും പറഞ്ഞത് ഈ സുന്നത്ത് ജമാഅത്താണ്. പോർച്ചുഗീസുകാരൻ കടന്നു വന്ന കാലത്ത് പോർച്ചുഗീസിനോട് എതിരാകണമെന്ന് പറയുന്ന അതേ പാഠം പഠിപ്പിച്ചവൻ തന്നെയാണ്, അവർ തന്നെയാണ് മുഹയ്യിദ്ദീൻ മാല എഴുതിയത് മഹാനായ ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.
ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതിയാൽ തന്നെ മുഹിയുദ്ദീൻ മാലയും എഴുതി. കേരളത്തിലെ മുസ്ലിങ്ങളോട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. മഹാനായ മഖ്ദൂമീങ്ങൾ പോർച്ചുഗലിനെതിരെ പൊരുതണമെന്ന് പാഠം പഠിപ്പിച്ചവർ തന്നെ മൻഖൂസ് മൗലിദും നമ്മളെ പഠിപ്പിച്ചു തന്നു. ആ വഴിയിലാണ്, ആ സുന്നി ആശയത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ നിന്നത് എന്നത് നമ്മളെ പലതരത്തിൽ വളർത്തിയെന്നതാണ് വസ്തുത. ഒന്ന്, നമ്മളെ സംഘടനാബോധത്തിലേക്ക് എത്തിച്ചു. മറ്റൊന്ന്, ആ സംഘടനാബോധം എല്ലാ തലങ്ങളിലും വളർന്നു. അതൊരു സത്യമാണ്, നമ്മൾ എങ്ങനെ നിഷേധിച്ചാലും നമുക്ക് മാറ്റാൻ സാധിക്കാത്തൊരു സത്യമാണ്. അതായത് ഒരു സയ്യിദ് പറഞ്ഞാൽ കേൾക്കാം എന്ന് വരുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ പാകപ്പെടുത്തുന്ന ഒരു സുന്നി ബോധം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം മുന്നേറ്റത്തിന്റെ വിദ്യാഭ്യാസ രാഷ്ട്രീയ വികാസങ്ങളൊന്നും നടക്കൂലായിരുന്നു. നടക്കോ? ഞാൻ അതിനെ പറഞ്ഞതിന്റെ പേരിൽ ആരും ഒന്നും എതിരാണെന്ന് കരുതണ്ട, ഞാൻ പറയാം. അതായത് 36 വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കോൺഗ്രസിനോട് എതിരാകുന്ന കാലം വരെ തലശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കുറെ പ്രമാണിമാരുടെ മാത്രം പ്രസ്ഥാനമായിരുന്നു മുസ്ലിം ലീഗ്. ഒന്ന്. 2, 936 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കുറ്റിപ്പുറത്ത് തന്റെ അളിയനാകുന്ന ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നിന്നത്. അന്ന് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ, നിങ്ങൾ ഉറങ്ങിയോ? ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ദേശീയ മുസ്ലിമാണ്, അതായത് കോൺഗ്രസ്സുകാരനാണ്. ഈ മൊയ്ദ് മൗലവിയൊക്കെ പോലെ ഖാൻ ബഹദൂർ എന്ന പട്ടം കിട്ടണമെങ്കിലോ ഖാൻ ബഹദൂർ എന്ന പട്ടം സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ പതിച്ചു നൽകുന്നതാണ്. 921 ശേഷം 36 എന്നൊക്കെ പറയാൻ നിങ്ങൾ ആലോചിക്കണം. ഒരു 10-15 കൊല്ലങ്ങൾക്കിടയിൽ മലബാറിലെ മുസ്ലിങ്ങളോട് ബ്രിട്ടീഷ് അനുകൂലിയായ ഒരാൾ വന്നിട്ട് വോട്ട് ചോദിക്കാൻ വന്നാൽ വോട്ട് ചോദിച്ചതേ ഓർമ്മയുണ്ടാവൂ. അത്രയേറെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം മലബാറിൽ കത്തി നിൽക്കുന്ന കാലമാണത്. ആ സമയത്താണ് ഈ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ കുറ്റിപ്പുറത്ത് മത്സരിക്കാൻ വന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. മറുഭാഗത്താരെന്നറിയോ? മദ്രാശി അസംബ്ലിയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന തരം നിശബ്ദത സൃഷ്ടിക്കാൻ സാധിക്കുന്ന ബാരിസ്റ്റർ കൂടിയായ, അതായത് ഒരു അഡ്വക്കറ്റ് കൂടിയായിരുന്ന ബഹുമാനായ ബി പോക്കറ്റ് സാഹിബാണ്. അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ്. എല്ലാവരും ഉണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സർവ്വതലത്തിലുള്ള പ്രഗത്ഭരായ നേതാക്കളുണ്ട്. CM പിന്നെ KM സിദി സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ബാഫയ്ക്ക് തങ്ങൾ ഒറ്റക്ക് എന്നിട്ട് പറഞ്ഞു എന്റെ അളിയന് വോട്ട് ചെയ്യണമെന്ന്. വോട്ട് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ ജയിച്ചു എന്ന് പറയാം. അതായത് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ജയിച്ചു. ഒരു ഭാഗത്ത് രാഷ്ട്രീയ ധിഷണയുടെ, രാഷ്ട്രീയ ചാണക്യത്തിന്റെ, രാഷ്ട്രീയ പ്രായോഗികതയുടെ എല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയ നേതൃപട തന്നെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. KM സിദി സാഹിബിനെ പോലെയുള്ളവരുടെ ആശയപരമായ എല്ലാ വൈരുദ്ധ്യങ്ങളും മാറ്റിവെച്ചാലും ഒരു നേതാവ് എന്ന നിലയിൽ അയാൾക്കുണ്ടായിരുന്ന വലിപ്പം ചെറുതല്ല. ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ തെരഞ്ഞുപിടിച്ചു കൊണ്ടുപോയത് ലോ കോളേജിൽ അന്ന് ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന KM സിദി എന്ന ചെറുപ്പക്കാരനെയാണ്. ആ വിദ്യാർത്ഥി കേംബ്രിഡ്ജിൽ നിന്നും പഠിച്ചു വന്ന പ്രഗത്ഭനായ ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. ആ പ്രസംഗത്തിൽ ST കോൾഡിജ് എന്ന പ്രഗത്ഭനായ ആംഗലേയ കവിയുടെ ഉദ്ധരണികൾ ഗാന്ധിജി ഉദ്ധരിച്ചു. വാട്ടർ വാട്ടർ എവരിവെയർ നോ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് തുടങ്ങുന്ന വരികൾ ഉദ്ധരിച്ചപ്പോ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്രേ എന്ന് പെട്ടെന്ന് പറഞ്ഞത് KM സിദി സാഹിബാണ്. ആ പരിഭാഷ തന്നെ അന്ന് ചരിത്രത്തിൽ ഇടം നേടിയതാണ്. അത്ര പ്രഗത്ഭനായ സിദി സാഹിബ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിട്ട് പോലും ബാഫഖി തങ്ങൾ പറഞ്ഞൊടുത്ത് വോട്ട് ചെയ്യണമെന്ന ബോധ്യം ആ അസംബ്ലി, ആ മണ്ഡലത്തിലെ ആ ജനതയുടെ മനസ്സിലുണ്ടാക്കിയത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ബോധ്യത്തിൽ നിന്നാണ്. അതാ ഞാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് സിദി സാഹിബിന് ഒരു കാര്യം മനസ്സിലായി, ഈ ബാഫഖി തങ്ങൾ ഇവിടെ നിന്നാൽ പറ്റില്ല, നമുക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചു. ബാഫഖി തങ്ങളെ ലീഗിൽ കൊണ്ടുവന്നു. ലീഗിന്റെ പിന്നെ ബാഫഖി തങ്ങൾ വന്നതിന്റെ പിന്നാലെ പൂക്കോയ തങ്ങൾ വന്നു. പിന്നെ അത് അങ്ങനെ ഒരു ചരിത്രമായി. ഞാൻ അതിന്റെ രാഷ്ട്രീയം പറയല്ല. പക്ഷെ മറ്റൊന്നുണ്ട്, എന്താണ് ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ വലിപ്പത്തിലേക്ക് ഇങ്ങനെ പോകാൻ സാധ്യമാകുന്നൊരവസ്ഥയുണ്ടായത്? സുന്നത്ത് ജമാഅത്താണ്. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്വാധീന ശക്തിയെങ്കിൽ ബാഫഖി തങ്ങളെ കുറിച്ച് എന്ത് പറയും ജമാഅത്തുകാരൻ? അള്ളാന്റെ റസൂലിന് അങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല, അങ്ങനെ ഒരു ബാഫഖി തങ്ങളും ഇല്ല, അതുകൊണ്ട് ബാഫഖി തങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയും.
ഇത് എന്തുകൊണ്ടാണ് ബാഫി തങ്ങൾ കേട്ടത്? റസൂലുള്ളാഹിയുടെ പേരക്കുട്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടിയെ കേൾക്കണമെന്ന ബോധ്യം, ആ നിലയിലൊരു സാമൂഹിക ബോധമുള്ള സമൂഹത്തെ അറിയുന്ന അർത്ഥത്തിൽ ഈ സയ്യിദ് മാറുകയും ചെയ്തു എന്നത് മറ്റൊരു കാര്യമെങ്കിലും, മറ്റു വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ഈ മഹാനായ തങ്ങളുടെ പിന്നാലെ കൂടാൻ ആഗ്രഹിക്കുന്നത് എവിടെ നിന്നാണ്? ആ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണം. അതായത് എന്തുകൊണ്ടാണ് പൂക്കോയ തങ്ങളെ കേട്ടത്? അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കേട്ടത്? അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടി. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനാകുമോ അത്? ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനാകുമോ അത്? തബ്ലീഗ് ജമാഅത്തിന് പറയാനാകുമോ അത്? ആരാ അത് പറഞ്ഞത്? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാ. അതിനെ സംഘടിപ്പിച്ച് നിർത്തിയിട്ട് ആ ബോധം തന്നെ വേണം കേരളത്തിലെന്ന് അത് ഒരു ചരിത്ര ദൗത്യമായി ഏറ്റെടുത്തതാരാ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എങ്കിൽ പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വളർച്ചയുടെയും വികാസത്തിന്റെയും ഉത്തരവാദി യഥാർത്ഥത്തിൽ ആരാ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എങ്കിൽ പിന്നെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് നിലനിന്നാലേ പറ്റൂ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ ബോധ്യം നിങ്ങൾ ഖത്തീബുമാരായ ആളുകൾക്ക് ഉണ്ടായാൽ തന്നെ കാര്യം ശരിയായി. എന്തുണ്ടായാൽ മതി? ഇത് നിലനിന്നാലേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പോ നിലനിൽക്കുന്ന ഇസ്സത്ത് നിലനിൽക്കൂ. അതിനെന്താ വേണ്ടത്? മഹല്ലുകളിലും ആ കാര്യത്തിൽ കൃത്യമായൊരു ബോധ്യം കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഇതൊരു ഗ്രൂപ്പാണ് എന്ന് തിരിഞ്ഞു പോകരുത്. അവിടെ പ്രശ്നം. നമ്മളെ ഈ കഴിഞ്ഞ 10-12 കൊല്ലമായി ആ തലത്തിലേക്ക് കൊണ്ടുപോയി. ഇത് ഗ്രൂപ്പിസമാണ്. സമസ്ത പറയുമ്പോൾ അത് ഗ്രൂപ്പിസമാണ്. എന്ത്? ആദരിക്കേണ്ട ഗുരുവര്യന്മാരെ ആദരിക്കാത്തവൻ, അവസാനം അതൊരു കച്ചവടമാക്കി മാറ്റിയവൻ, ഒടുക്കം അഷ്റഫുൽ ഖൽഖിനെ പോലും വിൽപ്പനക്ക് വെച്ചവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളെ തത്തുല്യമായി കാണണമെന്നാണോ? അങ്ങനൊരു വാദം നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ തന്നെ തെറ്റല്ലേ? അള്ളാന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കി പഠിച്ച ആളുകൾ എന്ന നിലക്ക്, നിങ്ങളെപ്പോലെ ഒരു വലിയ പണ്ഡിതനല്ല ഞാൻ. പക്ഷേ എന്നാലും പറയട്ടെ, എങ്ങനെയാണ് ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അത് സ്വപ്നകഥയാക്കി കൊണ്ടുവന്ന് അത് പറയുമ്പോ കൂട്ടത്തിലൊരു കൊച്ചു കുട്ടിയെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നില്ലേ? അതൊന്നും പറയാൻ പാടില്ലാന്ന്. നോക്കൂ, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അഷ്റഫുൽ ഖൽഖിനെ സിയാറത്ത് ചെയ്യാൻ ചെല്ലുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പുണ്യ റസൂലിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് വലിയ തിരക്ക് കണ്ടപ്പോ, തിരക്കുള്ളത് കൊണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് പോരുന്നു. അല്ലേ? അല്ല, ഇത് സംഭവമാണല്ലോ, ഇത് പ്രസംഗിച്ചതാണല്ലോ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ രണ്ടാമത് സിയാറത്തിന് ചെല്ലുമ്പോ വലിയ തിരക്ക്. അപ്പോ ഹബീബ് അവിടെ നിന്ന് വിളിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങോട്ട് വാ. അപ്പൊ പറയാ, നല്ല തിരക്കുള്ളപ്പോ വരില്ല എന്ന് ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ അള്ളാന്റെ റസൂൽ പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളൂടെ ഉണ്ട്. ഹുനാക അഷൈഖ് അബൂബക്കർ ബിൻ അഹ്മദ്, അതുകൊണ്ട് വരണമെന്ന്. നിങ്ങൾ നോക്കൂ, എന്നെ സിയാറത്ത് ചെയ്യണ്ട, അത് തിരക്കുള്ളപ്പോഴൊന്നും വേണ്ട, വല്ലപ്പോ പിന്നെ എളുപ്പമുള്ള സമയത്ത് വന്ന് സിയാറത്ത് ചെയ്താലും മതി, അല്ലെങ്കിൽ വേണ്ട, ഏതുവരാട്ടെ, രണ്ടാലൊരു വാദം അംഗീകരിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഷെയ്ഖ് അബൂബക്കറിനെ സിയാറത്ത് ചെയ്തേക്കണം. സിദ്ദീഖുൽ അക്ബറിനെ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സമ്മതിക്കാനാവൂല. പറ്റോ? അള്ളാന്റെ റസൂലിന്റെ സ്ഥാനത്തിരുത്താൻ ഈ ചങ്ങാതിയെ അങ്ങനെ നിശ്ചയിക്കുന്ന വിധത്തിലേക്ക് അങ്ങനൊരു പ്രസംഗം ബോധപൂർവം കേരളത്തിൽ നടക്കുമ്പോ, അലൈസ മിൻകും റജുലുൻ റഷീദ്, ആ ചോദ്യം വേറെ തലത്തിലും വേറൊരു സന്ദർഭത്തിലുമാണ് ആ ചോദ്യം വന്നിട്ടുള്ളെങ്കിലും, ആ ചോദ്യം അതേ സന്ദർഭം കൊണ്ട് ചോദിക്കാൻ യോഗ്യമാണെങ്കിലും അതൊക്കെ മാറ്റി നമുക്ക് ഇങ്ങനെയെങ്കിലും ചോദിച്ചൂടെ? അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ചോദ്യത്തിന് വേറെ സന്ദർഭമുണ്ട്, ആ സന്ദർഭത്തിന് യോഗ്യതയുണ്ട് അവിടെ. പക്ഷെ എന്നാലും അതൊക്കെ പോകട്ടെ, ഈ ഒരു ചോദ്യം ഇങ്ങനെയെങ്കിലും ചോദിച്ചായിരുന്നു പക്വതയുള്ള ഒരാളെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പറയില്ലേ, സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക മീഡിയയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഒരു പ്രസംഗം അപകടകരമായ ഒരു വിശ്വാസ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കേവലം നമ്മൾ തമാശയെ കാണണ്ട. എന്തുകൊണ്ട്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അഷ്റഫുൽ ഖൽഖിനേക്കാൾ വലുതായി സത്യവിശ്വാസിക്ക് ആ സ്ഥാനത്തൊരാളെ സങ്കല്പിക്കാനാവൂല. ഈ സ്ഥാനത്ത് കൊണ്ടുവച്ചാൽ, ഈ സ്ഥാനത്ത് നീ ആണി തറച്ച് മരിക്കുന്നതിന് മുമ്പ് ഈ സ്ഥാനത്തൊന്ന് സങ്കല്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല,
എന്റെ ഹബീബിന്റെ കാൽവണ്ണയിലേക്കൊരു മുള്ള് കുത്തിവെക്കാനാണ് എന്റെ ശരീരം നിങ്ങൾ പകരം തരുന്നതെങ്കിൽ ഇല്ല, അത് സമ്മതിക്കാനാവില്ല. എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽവണ്ണകളിൽ അങ്ങനെ ഒരു മുള്ളു കുത്തുന്നതിനേക്കാൾ എന്റെ ശരീരം ഛിന്ന ഭിന്നമായി നിങ്ങൾ നുറുക്കിയിടുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ ഒരു സ്ഥാനത്ത് സങ്കല്പിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും? അവിടെ മറ്റൊരാളെ കൊണ്ടുവെക്കാൻ എങ്ങനെ സാധിക്കും? അങ്ങനെയൊക്കെ കേരളത്തിൽ കൊണ്ടു നടന്ന് പ്രസംഗിക്കുക, എന്നിട്ട് ആ പ്രസംഗത്തിന് ശേഷം ഒരു തെളിവുമില്ലാതെ ആക്രി കച്ചവടത്തിന് കിട്ടാവുന്നത് മുഴുവനും ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുക, അത് മുഴുവൻ നേടി സമുദായത്തിൽ ഏറ്റവും കൂടുതൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു വിഭാഗത്തെ തത്തുല്യമായി എങ്ങനെ നമുക്ക് പരിഗണിക്കാനാകും? എങ്ങനെയാ സാധിക്കുക? ശരിക്കും പറഞ്ഞാൽ മഹാനായ കണ്ണീത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും അവഗണിക്കുകയും ധിക്കരിക്കുകയും ചെയ്തു എന്ന ബോധം അവർക്ക് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തെ തന്നെ അവർ പലപ്പോഴും വക്രീകരിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, കേരളത്തിലെ പ്രാസ്ഥാനികമായ ചരിത്രത്തിൽ, രാഷ്ട്രീയ സംഘടനകളുടെ ചരിത്രത്തിൽ പോലും നിങ്ങൾ ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ? രാഷ്ട്രീയ സംഘടനകൾ തന്നെ ഇവിടെ പിരിഞ്ഞിട്ടില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടില്ലേ? കരുണാകരൻ കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ്, ആയിരുന്നു. എത്രത്തോളം വെച്ചാൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോ കേരളത്തിലെല്ലാവരും ഇന്ദിരാഗാന്ധിയെ വിട്ടു. ഈ ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി വിട്ടു. അതുപോലെ പറഞ്ഞു ഇങ്ങനെ പതുക്കാണിയായി പറഞ്ഞു. അത് അങ്ങനെയൊന്നല്ല, ഇന്ത്യ ഒരു കൊടുങ്കാറ്റ് പോലെ തിരിഞ്ഞു. ഇന്ദിരയുടെ കൂടി ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയുടെ ശക്തി ദുർഗയായി മാറി. അതിനുശേഷം പിന്നെ ഇന്ദിരയുടെ മകൻ വന്നു. പിന്നെ അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ കരുണാകരൻ വേണമെന്നായി. അതായത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുന്ന കിങ് മേക്കർ എന്ന് പറയുന്ന പദവിയിലെത്തി. അതിനുശേഷം മൂപ്പർക്ക് കുറെ വയസ്സായി, മകൻ വലുതായി വന്നു. മകൻ എന്തൊക്കെയോ തോന്നി. മകന്റെ പേരിൽ KPCCയിൽ നിന്ന് പുറത്തുപോയി. ഇയാൾ പറഞ്ഞു, ഞാൻ KPCCയുടെ പ്രസിഡന്റും എന്റെ മോൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ആണെന്ന്. പറഞ്ഞില്ലല്ലോ, അയാൾ DIC ഉണ്ടാക്കിപ്പോയി. 957 മുതൽ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ അപ്പോഴൊക്കെയും ശ്രീമതി ഗൗരിയമ്മ ഉണ്ടാവും മന്ത്രിയായി. അത്ര ശക്തിയാണവർ. അവസാനത്തെ നയനാർ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വിജയാഹ്ലാദത്തിനിടയിൽ സഖാക്കൾ മുഴുവൻ ഇവിടെയൊക്കെ ഒരു പക്ഷേ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാകും, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി സിന്ദാബാദ്. കിട്ടാതെ പോയപ്പോ ഗൗരിയമ്മ പുറത്തുപോയി. ഗൗരിയമ്മ പറഞ്ഞു, ഞാൻ CPMന്റെ ജനറൽ സെക്രട്ടറി ആണെന്ന്. KR പിന്നെ രാഘവൻ പോയി പറഞ്ഞോ, MB രാഘവൻ പോയി. രാഘവൻ പറഞ്ഞോ, ഞാൻ CPMന്റെ ജനറൽ സെക്രട്ടറി ആണെന്ന്. സമസ്തയുടെ ഉലമാക്കൾ പുറത്താക്കിയിട്ട് ആ മനുഷ്യൻ പറയാണ്, ഞാൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും എന്റെ കൂടെയുള്ളയാൾ സമസ്തയുടെ പ്രസിഡന്റുമാണ് എന്നല്ലേ പറഞ്ഞത്. ഈ ഗുരുത്തക്കേടിന് എന്ത് പേരിടും? ആ ഗുരുത്തക്കേട് സ്വാഭാവികമായും കണ്ണീത്ത് ഉസ്താദിന്റെയും ശൈഖുനാ ശംസുൽ ഉലമയുടെയും ഒക്കെ ആ ഗുരുത്തക്കേട് തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് വന്നപ്പോ കുറെ ഔലിയാക്കളെ മൂപ്പര് പ്രചരിപ്പിച്ചു. ഒരുപാട് ഔലിയാക്കളെ കൊണ്ടുവന്നു. തൃശൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മൂപ്പര് അപ്പോ ബഹുമാന്യ വാണിമേലൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കല്ല, ഞാൻ പറയട്ടെ. അന്ന് കുറെ സ്ഥലത്ത് കുറെ ഔലിയാക്കളെ കണ്ടു. തൃശ്ശൂർ ജില്ലയിലൊരു വലിയ ഒരു ദിവസം ഇങ്ങനെ പിന്നെ ഈ ഈത്തപ്പഴത്തിന്റെ കുരു പുറത്തേക്ക് ഇട്ടു. അത് പെട്ടെന്ന് ഈത്തപ്പനം മരം ഉണ്ടായിരുന്നാണ്. പക്ഷെ ആളുകൾ കാണാതിരിക്കാൻ പെട്ടെന്ന് വെട്ടിയതാണ്. കറാമത്താരും കാണിക്കൂലല്ലോ, പെട്ടെന്ന് വെട്ടിയതാണ്. അങ്ങനെ കുറെ ഔലിയാക്കളെ പിന്നെ ഉണ്ട് കുറെ തങ്ങന്മാർ എന്ന് പറഞ്ഞ കുറെ ആൾക്കാരെയും കൊണ്ടുവന്നു. ഇവരൊക്കെ കൊണ്ടുവന്നിട്ടും ഈ ഖൗം അംഗീകരിച്ചില്ല. ഖൗമിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആരാണ്? കണ്ണീത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ഇഷ്ടക്കേടിന് പാത്രീഭൂതനായ ആളാണ് എന്ന ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനാണ് ഈ പ്രസംഗങ്ങൾ തുടങ്ങിയത്.
ആ പ്രസംഗത്തിന് ശേഷമാണ് മുടി. എന്തിനാത്? നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകന് അടുത്ത ആളാണ് എന്ന് സ്ഥാപിക്കലായിരുന്നു കേരളത്തിൽ ഇയാൾക്ക് വേണ്ടി ആരോ ചെയ്തു വെച്ച ബുദ്ധി. കണ്ണിയത്തുസ്താദും ഷംസുലുലമയും ഉൾപ്പെടെയുള്ള അതിന്റെ മുന്നേ നടന്ന മഹാരഥന്മാരായ ഉലമായിനെ മുഴുവൻ ധിക്കരിച്ച ഇദ്ദേഹം തന്നെയാണ് പുണ്യനബിയുടെ ഏറ്റവും അടുത്ത ആള് എന്ന് സ്ഥാപിക്കാനുള്ള ഗൂഢാലോചന. ചെച്ചൻ എല്ലാ കാലത്തും എല്ലാ മെമ്പറുകളും എല്ലാ കാലത്തും ദുആ ചെയ്തതാണ് ചെച്ചനിലെ ഇസ്ലാമിക മുന്നേറ്റത്തെ തടയുന്നവർക്കെതിരെ. ചെച്ചനിലെ ഇസ്ലാമിക മുന്നേറ്റത്തെ ചോരയിൽ കുളിപ്പിച്ചു കിടത്തിയ സാക്ഷാൽ റമദാൻ കദിറോവ് എന്ന് പറയുന്ന റഷ്യയുടെ പ്രസിഡന്റായ പുട്ടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇസ്രയേൽ ഇങ്ങനെ തന്നെ പറഞ്ഞ, അതായത് ഞങ്ങളുടെ സ്വാഭാവികമായ സുഹൃത്ത് എന്ന്, നാച്ചുറൽ അലി ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ കെറദോവും പറഞ്ഞത് എനിക്കും പാത്രവും മുടിയും കിട്ടിയിരിക്കുന്നു, ഞാൻ അള്ളാന്റെ റസൂലാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ വളരെ കൃത്യമാണ്. ഇത്തരത്തിലൊരു ഗൂഢാലോചന കേരളത്തിലും നടന്നു. ഇങ്ങനെ ഒരാളെ മറുഭാഗത്ത് നമ്മൾ കാണേണ്ടതുണ്ടോ? നമ്മൾ ശരിക്കും ആലോചിക്കണം. മറുഭാഗത്ത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അതുകൊണ്ട് നമ്മൾ സമസ്തയെ കുറിച്ചൊന്നും പറയരുത് എന്നാണോ? ഹക്കിനെതിരായവർ നിലനിൽക്കുകയല്ലേ ഹക്ക് പറയേണ്ടത്? അല്ലേപ്പാ, ഹക്കിനെതിരായവർ നിലനിൽക്കുമ്പോഴല്ലേ ഹക്ക് പറയേണ്ടത്? ലഫ്ലൊന്നും കേൾക്കണില്ല എന്നാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാദാപുരത്ത് നിന്നും ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈൽ ഉസ്താദിന്റെ സമസ്തയും ദഅവത്തും എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ അസർ ബാങ്കാണ്. ഇപ്പോൾ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. ഇന്ന് രാത്രി ചർച്ചയും ക്ലിപ്പൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട ചില ക്ലിപ്പുകളും വിഷയങ്ങളൊക്കെ ചർച്ചയുണ്ട്. സുന്നിസം എന്നോടുള്ളതല്ലേ, സുന്നിസൊക്കെ ഉണ്ടായിരിക്കും രാത്രി ഇൻഷാ അല്ലാഹ് എന്നറിയിക്കുന്നു. അതും ലൈവ് ടീം ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് യമാൻ ഉസ്താദ് നല്ല ക്ലിയർ വീഡിയോയോട് കൂടി. മൊബൈലിൽ കേൾക്കുന്നവർക്ക് റേഡിയോയില് എന്നാ പുതിയ വിഷയം ചർച്ചയുണ്ട്. അത് ഓക്കെ, സുന്നിസ അറിയിച്ചിട്ടുണ്ട്. പുതിയ വിഷയത്തിലൊക്കെയുള്ള ചർച്ച ഉണ്ടായിരിക്കും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. റേഡിയോ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് വീഡിയോ കാണാനുള്ള സൗകര്യം അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഗാലറിയിൽ അടിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് ക്ലാസ് റൂമിലെ പരിപാടി കാണാം വീഡിയോ സഹിതം എന്ന് പ്രത്യേക റേഡിയോ ശ്രോതാക്കൾ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ രാവിലെ MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഒരേ പള്ളിയിൽ ഒന്നിലധികം ജുമ എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം വളരെയധികം ഉഷാറ. ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയൊക്കെ അവലോകനം ഉണ്ടായിരിക്കും. യമാനത്തിലുണ്ട്. അസ്സലാമു അലൈക്കും. സ്വാഭാവികമായും ചില സ്ഥലങ്ങളിലെ തന്ത്രപരമായ നീക്കങ്ങൾ എന്ന നിലയിലുള്ളത് നടത്താമെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ പിന്നോട്ട് പോകേണ്ടത്? എന്താ കാര്യം? അതുകൊണ്ട് വളരെ ശക്തമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഓരോ മഹല്ലിലെ ചെറുപ്പക്കാരെ കാണണം. മഹല്ലിലെ ചെറുപ്പക്കാരെ അവരുടെ പുതിയ തലങ്ങളിലുള്ള ട്രെൻഡുകൾ അറിയണം. ആ നിലയിൽ അവരെ സമീപിക്കാൻ സാധിക്കണം. ഇതിലൊക്കെ ആ പഴയമയിൽ നിന്ന് തന്നെ നിന്ന് പുതിയ കാലങ്ങളെ തിരിച്ചറിയാൻ കൂടി നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ കൂടുതൽ പ്രായമെത്തിയ ഉസ്താദുമാരെ മാറ്റി നിർത്തി പറയട്ടെ,
ഇനിയും ഒരുപാട് പഠിക്കുകയും വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നൊരു തലമുറ ഉണ്ടാകണം. മസലകൾ കൃത്യമായി പഠിക്കുന്നതോടൊപ്പം തന്നെ പുതിയ ലോകത്തെ തിരിച്ചറിയുന്ന ഒരുപാട് വിഷയങ്ങളെ നമുക്ക് കാണേണ്ടി വരും. ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്തെല്ലാം വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിയമം എടുത്ത് കൈകാര്യം ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ പുതിയ കാലത്തെ തിരിച്ചറിയണം. ഇപ്പോ ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആലോചിക്കുന്നിടത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ മുസ്ലിം ഭീഷണി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJP എങ്ങാനും അധികാരത്തിൽ വന്നാൽ കോമൺ കോഡ് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ ഭീഷണി. എന്തുകൊണ്ടെന്നാൽ കോമൺ കോഡ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവന്റെ ഇസ്ലാമിക ജീവിത ആചാര രീതികൾക്കെതിരാണ്. എങ്ങാനും വന്നാൽ പണ്ട് കോമൺ കോഡിനെ കുറിച്ച് ആലോചിച്ചിരുന്നല്ലോ, അതായത് ഒരു പൊതു നിയമം. അന്നാണ് EM ശങ്കര നമ്പൂതിരിപ്പാടിനോട് ഡൽഹിയിൽ വെച്ചാണ് പത്രക്കാർ ചോദിച്ചത്, ഏത് കോഡാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നതെന്ന്. അപ്പൊ ശങ്കര നമ്പൂതിരിപ്പാട് ഇങ്ങനെ വിക്കി പറഞ്ഞു, അത് ഹിന്ദു കോഡായ എന്താ കുഴപ്പം? നിങ്ങൾ ആലോചിച്ചോക്കെ, ഹിന്ദു കോഡായ എന്താ ഗുണം? ഹിന്ദു കോഡാണെങ്കിൽ ഹിന്ദു നിയമപ്രകാരം വിവാഹം ചെയ്യാനാണെങ്കിൽ 2 മാല കൈപിടിക്കാം, ഒരു വിളക്ക് കത്തിക്കാം, എന്നിട്ട് വിളക്കിനെ ഇങ്ങനെ അതായത് അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്യണം. നചികേതാഗ്നിയെ വലം ചെയ്തിട്ടാണ് അഗ്നിസാക്ഷിയായിട്ടാണ് വധുവും വരനും നിൽക്കേണ്ടത്. എന്നിട്ട് വരനും വധുവിനും മാല അണിയിച്ചിട്ടാണ് വിവാഹം നടക്കേണ്ടത്. അപ്പൊ നിക്കാഹ് ആ കണക്കിനാക്കണം. മരിച്ചാൽ അനന്തര സ്വത്തുക്കളുടെ വീതം വെക്കൽ ഹിന്ദു നിയമപ്രകാരമാക്കേണ്ടി വരും. നോക്കൂ, എല്ലാവർക്കും ഒരു നിയമം. ഏതു നിയമമാക്കണം? ഇസ്ലാമിക നിയമമാക്കൂ, ഏതായാലും ഇല്ല. ഹൈന്ദവ നിയമമാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തോട് ഏറ്റവും കൂടുതൽ ബന്ധിതമായി നിൽക്കുന്ന ഒരു നിയമസംഹിത എന്ന നിലയിൽ ഞങ്ങൾ ആ സംഹിതയെ തെരഞ്ഞെടുക്കുന്നു എന്നെങ്ങാനും ഇന്ത്യയുടെ ഭരണകൂടം പറയാൻ തുടങ്ങിയാലോ? അങ്ങനെ ഒരു അവസ്ഥയിലേക്കെങ്ങാനും ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ? അപ്പൊ എത്ര ഭീകരാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും, ഞാൻ പറയാം, എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതിലൊക്കെയുള്ള അപകടങ്ങളെ കുറിച്ച് പഠിക്കേണ്ടി വരും. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്ന, അതായത് 44-ാം ഖണ്ഡികയെ കുറിച്ച് പഠിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോ ഫിഖ്ഹാണ് ഇപ്പൊ നേരത്തെ ചർച്ച ചെയ്തത്, ഇനി ഇന്ത്യൻ ഭരണഘടനയും ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പോ നമ്മൾ ഒരു മഹല്ല് എന്ന നിലയിൽ ആ മഹല്ലിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൃത്യമായ നേതൃത്വം നിൽക്കുന്നത് ഒരു പണ്ഡിതന്റെ അടുക്കലാണ്. അയാളാണല്ലോ ശരിയത്തറിയുന്നവൻ. മഹല്ലിലെ പിന്നെ സാധാരണക്കാരായ ആളുകൾ കൂടി ഒരു ഭരണകൂടം എന്ന നിലയിൽ ഒരു സമിതി ഉണ്ടാക്കിയിരിക്കും. ആ സമിതിക്ക് ശരിയത്തുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അവരെന്നെ തലാഖൊക്കെ ചെല്ലാറുണ്ട്. ചിലയിടത്തൊക്കെ ചെന്നാൽ കാണാം കോടതി തലാഖില്ല പോലെയാണ്. അതായത് ആ 2 പേരുടെയും വിവാഹം ഇതാൽ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോ ആര് ചെയ്തിട്ടുണ്ടാവും, മിനിറ്റ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കോടതിക്കുണ്ടല്ലോ ഡൈവോഴ്സ്, അങ്ങനെ അതുപോലെ അങ്ങനെയും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെല്ലാം വെളിവുകൾ. ഇതൊന്നും നേർക്ക് നേരെ പണ്ഡിതന്മാരുമായി ആലോചിച്ച് ചെയ്യണമെന്ന് പോലുമില്ല. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതൊക്കെ സത്യസന്ധമായി ചെയ്യണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നിന്നുകൊണ്ട് അതിന്റെ പോഷക സംഘടനകളെയും കൂടി വളർത്തണം. നോക്കൂ, ഒരു വിദ്യാർത്ഥിയെ SKSF-കാരനായി വളർത്തിക്കൊണ്ട് നിങ്ങൾ SBB കൊണ്ടുവരാം, SKSF കൊണ്ടുവരാം, അതിലൂടെ SYS കൊണ്ടുവരാം, അങ്ങനെ സമസ്തക്കാരനാക്കാം. ഏറ്റവും നല്ല പ്രായത്തിലല്ലേ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നന്നായി സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു വിഭാഗം നമ്മൾ തന്നെയല്ലേ? കാരണം 10,000-ഓളം മദ്രസയിൽ ഈ ലക്ഷക്കണക്കിനും ഈ മുത്താലിമീങ്ങളായ കൊച്ചുമക്കളെ കയ്യിൽ കിട്ടുന്നത് ഈ മുഅല്ലിമീങ്ങളുടെ കയ്യിലല്ലേ? അവർ സുന്നി ബാലവേദിയെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ, അവർ SKSF-നെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ, അവർ സമസ്തയെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ, മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആ ക്ലീൻ സ്ലേറ്റിൽ ആദ്യം എഴുതപ്പെടുന്നതായിരിക്കൂലേ? വേറൊന്നും എഴുതാത്ത കാലത്ത് ഈ എത്ര നന്നായി നമുക്ക് അങ്ങനെ ക്യാൻവാസ് ചെയ്യാം ഈ കുട്ടികളെ. കൊച്ചുമക്കളാണ്. അവരോട് മഹാനായ വരക്കൻ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് പറയുന്നു, കണ്ണീത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും കുറിച്ച് പറയുന്നു, ബാഫക്കി തങ്ങളെ കുറിച്ച് പറയുന്നു, പൂക്കോയ തങ്ങളെ കുറിച്ച് പറയുന്നു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുന്നു, നവ്വറല്ലാഹു മറാഖിദഹും. ഇങ്ങനെ ഈ കുഞ്ഞു മക്കളിലേക്ക് അങ്ങനെ ഒരു വൈകാരികമായ ഭാവമുണ്ടാക്കി കൊടുത്ത് അവരത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അവൻ പിന്നെ സമസ്ത എന്നല്ലാതെ മറ്റൊരു വർത്താനം പറയോ? എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ മദ്രസയുടെ ചുറ്റുവട്ടത്ത് പിന്നെ മറ്റൊരു സാധനം ഉണ്ടാവോ? കുട്ടികൾ തന്നെ തല്ലി ഓടിക്കൂലേ? കാരണം ആ കുട്ടികളുടെ മനോവികാരത്തിൽ ഈ മഹാരഥന്മാരാണ് ഉള്ളത് എന്ന് വന്നാൽ
അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്? ഒരു ഖത്തീബിന് അല്ലെങ്കിൽ ഒരു ഉസ്താദിനുള്ള സ്വാധീനം വേറെ ആർക്കുള്ളത്? ഇപ്പൊ എന്റെ ശിഷ്യന്മാരായ കുട്ടികളാണ് എന്റെ തൊട്ടടുത്ത സമീപ പ്രദേശത്തെ മദ്രസയിലുള്ളത്. പക്ഷേ എന്റെ മക്കളോട് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കൂല. ഏത് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നതാണ് മോനെ എന്ന് പറഞ്ഞ അതൊന്നല്ല ഉസ്താദ് പറഞ്ഞാൽ ശരി എന്ന് പറയും. അപ്പൊ അവിടെ എന്താ സ്വാധീനം? ഒരു പിതാവിനേക്കാളേറെ ഉസ്താദിനാണ്. ആ ഉസ്താദ് പറഞ്ഞതിനപ്പുറം ഞാൻ പറയാറുണ്ട്, ആ കുട്ടികളെ ഞാനാ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കൂടി ആ കുട്ടികൾ കേൾക്കൂല. കാരണം എന്ന് വെച്ചാൽ അത് ഉസ്താദ് പറഞ്ഞതാണ്, അവർക്ക് ഉസ്താദ് അതാണ്, ഞാൻ വാപ്പയാണ്. അവിടെ മറ്റു പലതിലും അംഗീകരിച്ചാലും ഇതിൽ ഈ കൃത്യമായി ഇന്ന വിഷയത്തിൽ ഉസ്താദ് പറഞ്ഞതിനപ്പുറം വാപ്പാനെ കേൾക്കാൻ പോലും കഴിയാത്ത സ്വാധീനശേഷി ഉസ്താദിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടതിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്, അതായത് സുന്നി ബാലവേദിക്ക്, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അനുകൂലമായി ആ ഒരു ബോധത്തെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? ഒരുപാട് പ്രവർത്തനങ്ങളുമായി സമസ്തയും അതിന്റെ പോഷക ഘടകങ്ങളും മുന്നോട്ട് പോകാൻ. ഇപ്പൊ ചിലർ പറയാറുണ്ട് ഈ SKSF എന്നൊക്കെ പറഞ്ഞാൽ വെറും ബഹളം ഉണ്ടാക്കുന്ന ടീമാണെന്നാണ്. അങ്ങനെയൊന്നല്ല, ബഹളം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കേണ്ടടുത്ത് ഉണ്ടാക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മൗനം ഏതൊരു നന്മയുള്ള സംഘടനക്ക ഉചിതമാവുക? തിന്മ ആറാടുമ്പോ, ആ തിന്മ ഒരു വിൽപ്പന നടത്തുമ്പോ, ആ തിന്മ ഒരു ആത്മീയ ചൂഷണമായി വളരുമ്പോ അത് മൗനം രക്ഷിച്ചിരുന്നുവെങ്കിൽ എത്രമേൽ അപകടമാകുമായിരുന്നു. നിങ്ങൾ ആലോചിക്കൂ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അതായത് ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വളരെ വലിയ ഒരു പ്രവാചകർ വഫാത്തായിരിക്കുന്നു എന്നതിന്റെ ഒരു വല്ലാത്തൊരു സങ്കീർണമായ മനോനില നിലനിൽക്കുന്ന കാലം. അള്ളാഹുവിന്റെ പ്രവാചകർ വഫാത്താവുകയോ, അങ്ങനെ ആലോചിച്ച കാലം, അങ്ങനെ അതിന്റെ പേരിൽ ഒരു പറ്റം ആളുകൾ അങ്ങനെ മുർത്തദ്ദായി പോയ കാലം. ആ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ഖലീഫ വരുമ്പോഴാണ് ഒരു പറ്റം ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ സക്കാത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് നൽകിയതുപോലെ നിങ്ങൾക്ക് തരേണ്ടതില്ല എന്ന്. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്ത നിലപാട്? അള്ളാഹുവിന്റെ റസൂലിന് അവർ കൊടുത്തതിൽ ഒരു ഒട്ടകത്തിന്റെ കയറാണ് എനിക്ക് നിഷേധിക്കുന്നതെങ്കിലും ലൗ ഖാതിലന്നഹും, ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോലും അവിടുന്ന് പോലും പറഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഇപ്പോ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കർക്കശമാണ്. ആ നിലപാട് കൊണ്ട് സമൂഹത്തിലുണ്ടായ ഈ ഛിദ്രത വളരാനെങ്ങാനും ഉപകരിച്ചാൽ അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ താങ്കൾ ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടതില്ല, കർക്കശമായ നിലപാട് വേണ്ടെന്നായിരുന്നു. അപ്പോഴാ സിദ്ദീഖ് പറഞ്ഞത്, ഇല്ല, ഒരൊട്ടകത്തിന്റെ കയറാണ് എനിക്ക് നിഷേധിക്കുന്നത് എന്ന് വന്നാലും ലൗ ഖാതിലന്നഹും, ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ചരിത്രം പറയുന്നല്ലോ, അന്നങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റിന്, സമ്പൂർണമായ ഇസ്ലാമിക ഗവൺമെന്റിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് വരുമായിരുന്നു. സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള ഈ തീരുമാനം കർമ്മശാസ്ത്രത്തിന്റെ ഒരു കൃത്യമായ നിലപാടായി മാറുന്നു. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഈ മുടി വരുമ്പോ സമസ്തയോ അതിന്റെ അനുബന്ധ ഘടകങ്ങളോ മിണ്ടാതിരുന്നുവെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാൽ ഇതൊരു സ്ഥാപിതമായ മുടിയാകുമായിരുന്നു. ഈ തട്ടിപ്പ് സ്ഥാപിതമാകുമായിരുന്നു. അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖിന്റേതല്ലാതെ കൊണ്ടുവന്ന ഈ കേശവും അനുബന്ധമായി കൊണ്ടുവന്നതൊക്കെയും സ്ഥാപിതമായി പോവുക എന്ന് പറയുന്ന ഒരു വൻ തെറ്റ് കേരളീയ മുസ്ലിം സമൂഹം മൗനാനുവാദം കൊടുത്ത് നടപ്പിലാക്കപ്പെടുമായിരുന്നു. അതിനെതിരെ വെടിപൊട്ടിച്ചു എന്നതുകൊണ്ടാണ് ഇന്നത് എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ മൗനം അപകടമാകുന്നത് അവിടെയാണ്. മൗനം അപകടമാണ്. وَإِذْ قَالَتْ أُمَّةٌ مِّنْهُمْ لِمَ تَعِظُونَ قَوْمًا اللَّهُ مُهْلِكُهُمْ أَوْ مُعَذِّبُهُمْ عَذَابًا شَدِيدًا قَالُوا مَعْذِرَةً إِلَى رَبِّكُمْ وَلَعَلَّهُمْ يَتَّقُونَ. ഒരു ജനതയോടാണ് ചോദ്യം, ഉപദേശികളായ സമൂഹത്തോട്, ഉപദേശിക്കാത്ത എന്നാൽ തങ്ങളുടെ കാര്യങ്ങളും തങ്ങളുടെ കർത്തവ്യങ്ങളും കൃത്യമായി നിറവേറ്റുന്ന ഒരു വിഭാഗം ആളുകളുടെ ചോദ്യമാണ്, എന്തിന് നിങ്ങൾ ഇവരെ ഉപദേശിക്കണം? ലിമ തഅ്ലൂന ഖൗമൻ, എന്തിനു ഉപദേശിക്കണം? അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അല്ലാഹു അവരെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അല്ലാഹു അവർക്ക് കടുത്ത അദാബ് വരുത്തുകയോ ചെയ്യില്ലേ എന്നായിരുന്നു ചോദ്യം. അപ്പോ ഈ ഉപദേശികൾ പറഞ്ഞ മറുപടി ഉണ്ട്, ഖാലു മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, നാളെ റബ്ബിന്റെ മുമ്പിൽ പോയാൽ നിങ്ങളുടെ നാഥന്റെ മുമ്പിൽ കാരണം ബോധ്യപ്പെടുത്തണം. വലഅല്ലഹും യത്തഖൂൻ, അവർ നന്നായാലോ എത്ര ആള് നന്നായി വന്നു. ഈ സംഭവം വന്നതുകൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ആ കൂട്ടത്തിലുള്ളവർക്ക് ഇപ്പോഴുള്ളത്
ഒന്നുകിൽ ഇയാളുടെ പണത്തെയും മറ്റു കാര്യങ്ങളാലും അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ സംശയത്തിൽ എന്നാൽ ഇങ്ങോട്ട് വരുന്നതിലുള്ള ജാള്യത കൊണ്ട് നിൽക്കുന്നു, അല്ലാത്തവരൊക്കെ ഇങ്ങനെ നിരന്തരം പോരുന്നു. ഇനിയും പോരാണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ പോന്നുകൊണ്ടേയിരിക്കുന്നു. വലഅല്ലഹും യത്തഖൂൻ. അവർ നന്നായിക്കോട്ടെ, നമുക്കെന്താ, അവർ നന്നാവണല്ലോ, അങ്ങനെ നന്നായിക്കോട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൗനം അപകടമാകുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ആ ആയത്തിന്റെ തഫ്സീറിൽ വിശുദ്ധ ഖുർആൻ അതിനുശേഷം പറയുന്ന ആയത്ത് ഇങ്ങനെയാണ്: വലമ്മാ നസ്സൂ മാ ദുക്കിറൂ ബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ എന്നാണ് ആയത്തിന്റെ തഫ്സീറിൽ കാണാം. അതായത് മൗനികളെയും തിന്മ ചെയ്തവനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നശിപ്പിച്ചു. എന്നാൽ യൻഹൗന അല്ലദീന യൻഹൗന തിന്മക്കെതിരായി പോരടിച്ചവനെ അല്ലാഹു രക്ഷപ്പെടുത്തി. ഉമ്മത്തുൻ ആസിയ, ഉമ്മത്തുൻ സാക്കിത്ത, ഉമ്മത്തുൻ നാഹിയ. ഉമ്മത്തുൻ ആസിയ, ഉമ്മത്തുൻ സാക്കിത്ത രണ്ടുപേരും ശിക്ഷയ്ക്ക് വിധേയമായി. എന്നാൽ ഉമ്മത്തുൻ നാഹിയ മാത്രം രക്ഷപ്പെട്ടു എന്ന് മിക്കവാറും തഫ്സീറുകൾ പരിധിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഉമ്മത്തുൻ നാഹിയ ആവണ്ടേ? അതിന്റെ പേരിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകേണ്ടേ? പോകുന്നു. എന്നാൽ SKSF അത് മാത്രമാണോ പണി? SKSF വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. കേരളത്തിൽ ഇന്ന് ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് IAS സ്വന്തമായി എന്ന് പറയണമെങ്കിൽ അത് SKSF നോക്കി പറയാനേ പറ്റൂ. അത് അല്ലാഹു തന്ന ഒരു വലിയ അനുഗ്രഹവും കൂടിയാണ്. ഇന്ന് അങ്ങനെ 300ഓളം വിദ്യാർത്ഥികളെ ആ അർത്ഥത്തിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു 50 പേര് രക്ഷപ്പെട്ട് ഉയർന്ന ഉദ്യോഗങ്ങളിൽ ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ സിവിൽ സർവീസസ് മേഖലകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെയും ഇസ്ലാമിക ചരിത്രത്തിന്റെയും ഇന്നേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമായിരിക്കില്ലേ അത്? പണ്ഡിതന്മാരുണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സേവിക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളായ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ അവരെ അങ്ങനെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നു. ഈ മുസ്ലിം ഉമ്മത്തിന്റെ സാമുദായികമായി വിദ്യാഭ്യാസപരമായി അവിടെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ട്രെൻഡ് എന്ന പേരിൽ നടക്കുന്നു. ഒരു ഭാഗത്ത് ഇബാദ് ഏത് ഇരുട്ടുപിടിച്ച മനസ്സിന്റെയും ഉള്ളിൽ കയറി വെളിച്ചം കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ 2-3 കൊല്ലങ്ങൾക്കിടയിൽ ഏതാണ്ട് 250ഓളം വരുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞുകൊടുത്ത് അവരെ ഈ പരിശുദ്ധമായ പ്രകാശത്തിന്റെ ഉള്ളിലെത്തിക്കാൻ സാധിച്ചു എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ SKSF ഇബാദ് നടത്തിയ വലിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ പോലും ഇന്ന് മുസ്ലിങ്ങളാണ്. അവർ സ്വന്തം പറയാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അത്രയേറെ ഇബാദിന്റെ പ്രവർത്തകർ നേരിട്ടുചെന്ന് അവരോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങളിലെ ഇരുട്ട് വകഞ്ഞു മാറ്റപ്പെടുന്നു എന്നതാണ് അത്ഭുതകരമായി നമ്മൾ കാണുന്നത്. കേരളത്തിലെ സ്നേഹ സംവാദ നായകൻ ഇബാദിന്റെ പ്രവർത്തകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സാധിക്കുന്നുവെന്ന്. ഇബാദിന്റെ പ്രഗത്ഭനായ പ്രവർത്തകൻ പറഞ്ഞ മറുപടി ഇതാണ്: ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സഹായം കൊണ്ട് ദീനീ ദഅവത്ത് നടത്തുന്നവരാണ്. അള്ളാഹു ഞങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് കാണാതെ പഠിച്ച പുസ്തകങ്ങൾ മുഴുവൻ ഛർദ്ദിച്ചിട്ട് പോലും ഒരാളെയും മുസ്ലിമാക്കാൻ സാധിക്കുന്നില്ല അവർക്കൊന്നും. അതേസമയം വെറുതെ ചെന്നൊന്ന് വർത്തമാനം പറയുമ്പോഴേക്കും ഞാൻ വരാമെന്ന് പറയാൻ ഇസ്ലാമിക് സെന്ററിൽ നിന്ന് കോഴിക്കോട്ട് അങ്ങാടിയിലേക്കൊന്ന് ഇറങ്ങി നടന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും പറയുന്നു ഇന്നയാൾ മുസ്ലിമായി, ഇന്നയാൾ മുസ്ലിമായി, ഇന്നയാൾ മുസ്ലിമായി. ദിവസം എന്റെ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നയാൾ മുസ്ലിമായി, ഇന്നയാൾ മുസ്ലിമായി. എന്താ അത്? ഇബാദ് ഇങ്ങനെ സജീവവും ആത്മാർത്ഥവുമായി പ്രവർത്തിക്കാൻ. 2 ദിവസം മുമ്പ് ഒരു ഫൈസി വിളിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, വേറൊന്നും വേണ്ട, ഇബാദ് മാത്രം മതി നമുക്ക്. അത്രയേറെ മനസ്സ് വല്ലാതെ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി തോന്നിപ്പോയി ഇബാദിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇബാദിന്റെ ഒരു വലിയ ക്യാമ്പ് തളിപ്പറമ്പിൽ കേരള തസ്കിയത്ത് കോൺഫറൻസ് എന്ന പേരിൽ വരാൻ പോകാൻ. അവിടെ പ്രസംഗമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇബാദത്ത് ചെയ്തുകൊണ്ട് കൂടിയിരുന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള അഭിവന്യ ഗുരുനാഥന്മാരുടെ കീഴിലിരിക്കുന്ന ഒരു തസ്കിയത്ത് ക്യാമ്പാണ്. ആ ഭാഗത്ത് അങ്ങനെ നടക്കാൻ. ഒരു ഭാഗത്ത് ക്യാമ്പസ് പ്രവർത്തനം, ഇതേ ഇബാദിനെ തന്നെ സഹകരിപ്പിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ 20ഓളം ക്യാമ്പസുകളിൽ ഇന്ന് ഖുർആൻ പഠന പ്രക്രിയ നടക്കുകയാണെന്ന് മാത്രമല്ല അവിടെയുള്ള കുട്ടികൾ അവർ ശരിക്കും പറഞ്ഞ് ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, മുത്തഅല്ലിമീങ്ങളെക്കാൾ നന്നാവുകയാണ് അവർ. മുത്തഅല്ലിമീങ്ങൾ എന്നത് നന്നാവുന്നതിനേക്കാളും സുഖമായി ഇവരൊന്ന് നിർത്തിയൊന്ന് ശരിക്കാണ് നന്നാക്കി കഴിഞ്ഞ് ഇവർ തഹജ്ജുദ് നിസ്കരിക്കാൻ നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ഏത് ക്യാമ്പസിൽ
സകല ജീർണതകളുടെയും വർണ്ണപ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും പടച്ചവനെ പേടിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുകയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തന ഫലമായി. അതല്ലേ ഏറ്റവും വലിയ കാര്യം? അതെല്ലാം നടക്കുന്നു. ഞാൻ പറയുന്നത് ഈ ഒരു സംഘടന എന്ന പേരിൽ ആനപ്പുറത്തിരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. എന്റെ ഉപ്പാപ്പാക്കൊരു വലിയ ആന ഉണ്ടായനെ എന്നുമല്ല പറയുന്നത്. മറിച്ച് സംഘടന എന്ന നിലയിൽ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ആ സമൂഹത്തിൽ എന്നും നിരന്തരമായി നടക്കുന്ന ചലനങ്ങളെ നിരീക്ഷിച്ച് ആവശ്യമാകുന്നിടത്ത് ഇടപെട്ട് ധൈര്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘബോധം, അതാണിത്. അങ്ങനൊരു സംഘടനയെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിട്ട് അതെന്റെ സംഘടനയാണെന്ന് പറയാൻ നമുക്ക് അഭിമാനം വേണ്ടേ? ആ അഭിമാനം മഹല്ലുകളിൽ പ്രവർത്തിക്കുന്ന ഓരോ പണ്ഡിതന്റെയും അഭിമാനമാകണ്ടേ? അങ്ങനൊരു ഞാൻ പറയട്ടെ, എന്റെ മോൻ തീവ്രവാദിയായി പോയത് ഇവിടെ SKSFകാരന്റെ ആശയം എത്താത്തത് കൊണ്ടാണെന്നൊരു ഉമ്മ പറയണമെങ്കിൽ, നമ്മുടെ മക്കളെ തീവ്രവാദികളാക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ SKSF വേണമെന്ന് വരുന്നുണ്ട്. മനുഷ്യജാലിക എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതര ചിന്തക്ക് കിട്ടിയ വലിയ സംഭാവനയാണെന്ന് കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു സാമൂഹിക ചിന്തകൻ മാതൃഭൂമിയിൽ എഴുതി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. എന്താ നമ്മളന്ന് ചെയ്തത്? ശരിക്കു പറഞ്ഞാൽ സംഘടനാപരമായി SKSF ആ സമയത്ത് അത് ഏറ്റെടുക്കാൻ പാടില്ലാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ SKSF ഒന്ന് പിറന്നു വീണിട്ടേ ഉള്ളൂ. 89 90കളിലാണ് തീവ്രവാദം കേരളത്തിൽ ഇങ്ങനെ ഒരു മഹാധ്വനിയായി കടന്നു പോകുന്നത്. കേരളത്തിന്റെ യുവ മനസ്സുകളിലേക്ക് പ്രക്ഷുബ്ധതകൾ കോരിയിട്ട് കൊടുക്കുന്ന ഒരു മഹാധ്വനി കേരളീയ മുസ്ലിം സമാജം കേട്ടു. അന്ന് നമ്മൾ പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് അപകടമാണ്. അഭിയന്തരായ ഗുരുനാഥന്മാർ, മഹാന്മാരായ സാദാത്യങ്ങൾ ഇവരൊരുപോലെ ഒരുമിച്ച് നിന്ന് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ആ അർത്ഥത്തിൽ ക്യാമ്പയിൻ നടത്തി. നോക്കൂ, വളരെ പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കൾ തന്നെ പറഞ്ഞു SKSF നടത്തിയ ആ ക്യാമ്പയിൻ കൊണ്ട് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരനിടയിൽ വല്ലാതെ പടർന്നു പന്തലിക്കാൻ പോകുന്ന അത്തരത്തിലുള്ള തീവ്രവാദ ചിന്തകൾ ഒരു ഉപ്പുകച്ച കലം പോലെയാക്കി മാറ്റാൻ സാധിച്ചു എന്നതാണ്. ഇപ്പൊ എന്റെ മോൻ തീവ്രവാദിയാകാതിരിക്കണം, എന്റെ നാട്ടിൽ തീവ്രവാദം ഉണ്ടാകാതിരിക്കണം, അതിന് സാധിക്കണമെങ്കിൽ ഒരു SKSFകാരനാക്കണം എന്ന ചിന്തയുണ്ടാകണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ സമസ്ത എന്ന വികാരത്തിന്റെ മുമ്പിൽ, ആ നിലയിൽ സമസ്ത എന്ന ഈ ഹക്കിന്റെ പ്രചരണത്തിന്റെ മുമ്പിൽ, യഥാർത്ഥമായ ദീനിന്റെ പ്രചരണത്തിന് മുമ്പിൽ നമ്മൾ ആരെ പേടിക്കണം? ഇൻഷാ അല്ലാഹ് സുപ്രഭാതം എന്നൊരു സുപ്രഭാതത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. മലയാളി കാത്തിരിക്കുന്ന ഒരു സുപ്രഭാതം പോലെ ഒരു പത്രവും കൂടി വരുന്നു. ആ പത്രം കേരളത്തിന്റെ മുസ്ലിം സാമുദായിക ജാഗരണ പ്രവർത്തനങ്ങൾക്ക് തുണയേകുന്ന വിധത്തിലേക്ക് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഇതേവരെയുള്ള മുന്നേറ്റത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളിൽ സമസ്തയുടെ ആശയങ്ങളെ സധൈര്യം പറയാൻ ഒരു മെഗാഫോണായി നിൽക്കുകയും എന്നാൽ സമുദായത്തിന്റെയും മുഴുവൻ മനുഷ്യന്റെയും പ്രശ്നങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു വലിയ മാധ്യമം നമ്മൾ തുറക്കുകയാണ്. അതോടുകൂടി സകല വിളക്കും കെടും. സൂര്യൻ ഉദിച്ചാൽ നക്ഷത്രങ്ങൾ പിന്നെ അപ്രസക്തമാകുന്നത് പോലെ എല്ലാ വിളക്കും കെട്ട് ഈ വിളക്ക് മാത്രം കത്തും. അത് സുപ്രഭാതമാണ്. ഈ സുപ്രഭാതം അതിനുവേണ്ടിയും കൂടി ഈ ഏപ്രിലിൽ അതിന്റെ വരിസംഖ്യ ചേർക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം നടക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട എന്റെ പണ്ഡിത സുഹൃത്തുക്കൾ, ഖത്തീബുമാർ, മുദരിസുമാർ, മദ്രസയിലെ മുഅല്ലിമീങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. നമ്മുടെ ആശയത്തെ, സമസ്തയുടെ ആശയത്തെ പറയാൻ കഴിയുന്ന വിധം സുപ്രഭാതത്തെ നെഞ്ചിലേറ്റുകയും ആ അർത്ഥത്തിൽ അത് പ്രചരിപ്പിക്കുകയും അതിന്റെ വരിസംഖ്യ ചേർക്കാൻ വേണ്ടി നമ്മൾ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകണം. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരൊക്കെ അപ്പുറത്തുണ്ട് എന്നതല്ല, ഹക്ക് എന്റെ കൂടെയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു മടിയുടെയും ആവശ്യമില്ല. ആ നിലയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.